IPL സീസൺ ആവേശത്തിലേക്ക് കടക്കുമ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് IPLന്റെ സ്ഥാപകൻ ലളിത് മോദി. BCCIയുടെ ഒരു ചെറിയ അശ്രദ്ധ കാരണം ഓരോ വർഷവും IPL നഷ്ടപ്പെടുന്നത് ഏകദേശം 2400 കോടി രൂപയാണെന്ന് അദ്ദേഹം പറയുന്നു. എന്താണ് ഈ കണക്കുകൾ പിന്നിലെ സത്യം? IPLന്റെ സംപ്രേക്ഷണാവകാശവുമായി ബന്ധപ്പെട്ടാണ് ലളിത് മോദിയുടെ വിമർശനം. നിലവിൽ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള സ്പോർട്സ് ലീഗിൽ ഒന്നാണ് IPL. എന്നാൽ ഈ മൂല്യത്തിനനുസരിച്ചുള്ള വരുമാനം BCCI ഉണ്ടാക്കുന്നില്ല എന്നാണ് മോദി വാദിക്കുന്നത്. പ്രധാനമായും സെക്കൻഡറി മാർക്കറ്റ് അഥവാ ടിക്കറ്റുകൾ പുനർവിൽപ്പന നടത്തുന്നതിലൂടെ ലഭിക്കേണ്ട വലിയൊരു ലാഭം BCCI നഷ്ടപ്പെടുത്തുന്നു. വിദേശ രാജ്യങ്ങളിലെ ലീഗുകളിൽ, പ്രത്യേകിച്ച് അമേരിക്കയിലെ NFL പോലുള്ള ലീഗുകളിൽ നിലവിലുള്ള സിസ്റ്റം ഇന്ത്യയിൽ നടപ്പിലാക്കാത്തതാണ് ഈ ഭീമമായ നഷ്ടത്തിന് കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ലളിത് മോദിയുടെ കണക്കുകൾ പ്രകാരം ഓരോ വർഷവും ഏകദേശം $300 മില്യൺ, അതായത് ഏകദേശം 2400 കോടി രൂപയാണ് BCCIക്ക് ടിക്കറ്റിംഗ് മേഖലയിൽ മാത്രം നഷ്ടമാകുന്നത്. കൂടാതെ ഡിജിറ്റൽ യുഗത്തിലും ടിക്കറ്റിംഗ് സംവിധാനം പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ BCCIക്ക് സാധിക്കുന്നില്ല. ബ്ലാക്ക് മാർക്കറ്റിൽ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുമ്പോൾ അതിൻ്റെ ലാഭം BCCIക്കോ ഫ്രാഞ്ചൈസികൾക്കോ ലഭിക്കുന്നില്ല. പകരം അത് ഇടനിലക്കാരിലേക്ക് പോകുന്നു. ഇത് തടയാൻ കേന്ദ്രീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ലളിത് മോദി എപ്പോഴും BCCIയുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ഇത്തവണ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ ഗൗരവകരമാണ്. കാരണം ഫ്രാഞ്ചൈസികളുടെ ലാഭവിഹിതത്തെയും ഇത് നേരിട്ട് ബാധിക്കുന്നുണ്ട്. IPL എന്ന ബ്രാൻഡ് ഇത്രയും വളർന്നിട്ടും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നൂതനമായ വഴികൾ BCCI തേടുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. നിങ്ങളൊരു സ്വർണ്ണഖനിയുടെ മുകളിലാണ് ഇരിക്കുന്നത്, പക്ഷേ അത് ശരിയായി ഖനനം ചെയ്യാൻ നിങ്ങൾക്കറിയില്ല എന്ന നിശ്ചിതമായ വിമർശനമാണ് ലളിത് മോദി BCCIക്ക് നേരെ ഉയർത്തുന്നത്. ലളിത് മോദിയുടെ ഈ ആരോപണങ്ങളോട് BCCI ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എങ്കിലും IPL 2026 അടുക്കുമ്പോൾ ഈ സാമ്പത്തിക വിഷയങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. ടിക്കറ്റ് വിതരണത്തിൽ മാറ്റം വരുത്തിയാൽ ആരാധകർക്ക് ന്യായമായ വിലയിൽ ടിക്കറ്റ് ലഭിക്കുമോ അതോ വില വീണ്ടും കൂടുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്.